മഞ്ചേശ്വരത്ത് ബി.ജെ.പിയുടെ ഒരു പ്രതീക്ഷകളൊക്കെ എന്തൊക്കെ എടുത്താണ്? മഞ്ചേശ്വരം മാത്രമല്ല, ഞങ്ങൾ ഇത്തവണ കേരളത്തിൽ വലിയ പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. LDFനെയും UDFനെയും ജനങ്ങൾ കൈവിടും എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഇവർ രണ്ടുപേരും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്നുള്ള നിലയാണ് എല്ലാ കാര്യങ്ങളിലും സ്വീകരിച്ചിരിക്കുന്നത്. മഞ്ചേശ്വരത്തിൻ്റെ കാര്യത്തിൽ പിന്നെ LDFകാർ നിൽക്കുന്നത് തന്നെ UDFന് വേണ്ടിയാണല്ലോ. അത് അവർ തന്നെ പരസ്യമായി സമ്മതിച്ച കാര്യമാണ്. കഴിഞ്ഞ ഒട്ടേറെ തെരഞ്ഞെടുപ്പുകളിൽ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ LDF പേരിന് വേണ്ടി മാത്രമാണ് മത്സരിക്കുന്നത്. അവസാന നിമിഷം അവരുടെ അണികളെ കൊണ്ട് UDFന് വോട്ട് ചെയ്ത് ലീഗിനെ ജയിപ്പിക്കുന്ന ഒരു പണിയാണ് അവർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് CPMനകത്ത് തന്നെ LDFനകത്ത് തന്നെ ഇപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് താൻ. ജനകീയ മുന്നണിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ടല്ലോ, അത് ഗുണകരമാകുമെന്ന് കരുതുന്നു. അങ്ങനെയല്ല, ജനകീയ മുന്നണി ഉണ്ടാവുന്നതിൻ്റെ കാരണം വികസനവുമായി ബന്ധപ്പെട്ട് LDFനും UDFനും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള ജനങ്ങളുടെ വികാരമാണ്. അതാണ് യഥാർത്ഥത്തിൽ BJPയും NDAയും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. 10 വർഷം മുമ്പ് ഞങ്ങളെ തെരഞ്ഞുപിടിച്ച് പരാജയപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ നല്ല വികസനം നമ്മുടെ നാട്ടിൽ വരുമായിരുന്നു. അത് തടസ്സപ്പെടുത്തിയവരാണ് LDFും UDFും. ഞങ്ങളത് അന്ന് മുതലേ പറയുന്നു. പക്ഷേ ഇപ്പോൾ ജനങ്ങളും BJPക്കാരല്ലാത്തവരും ലീഗുകാരിൽ പെട്ട ആളുകളും CPMൽപ്പെട്ട ആളുകളുമൊക്കെ അതേ ആവശ്യം തന്നെ ഉന്നയിക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തുന്ന നിലപാടുകളുടെ പ്രസക്തിയാണ് വർദ്ധിപ്പിക്കുന്നത്. മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്യാനാണ് LDFും UDFും ഒരുപോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രചരണങ്ങളിലൊക്കെ K. സുരേന്ദ്രനാണ് പ്രധാനപ്പെട്ട വിഷയം. അതിപ്പോൾ ആദ്യത്തെ കാര്യമല്ലല്ലോ. 2016 അവരത് ചെയ്തു, 2021 അവർ ചെയ്തു. പക്ഷേ എല്ലാ പ്രാവശ്യവും ചക്ക വീണിട്ട് മുയൽ ചാവും എന്ന് പ്രതീക്ഷിക്കുന്നത് അവിവേകമായിരിക്കും എന്നാണ് എനിക്കതിനെപ്പറ്റി പറയാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇടതുമുന്നണി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചു. UDFന്റെ കാര്യം ഇപ്പോൾ പറഞ്ഞെങ്കിൽ പോലും BJPയുടെ കാര്യത്തിലും മറിച്ചല്ല. ഇതുവരെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. വീണ്ടും അതിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF 20 സ്ഥാനാർത്ഥികളെയും ആദ്യം പ്രഖ്യാപിച്ചവരാണ്. അവർ തോറ്റ് തുന്നം പാടുന്നതാണ് നമ്മൾ കണ്ടത്. ഈ SDP പിന്തുണ ഇരു മുന്നണികളും രഹസ്യമായെങ്കിലും രഹസ്യമായിട്ടല്ലല്ലോ, പരസ്യമായിട്ടല്ലേ. കോൺഗ്രസിന്റെ പല നേതാക്കളും CPMന്റെ പല നേതാക്കളും SDPI ഇപ്പോൾ ഇഫ്താർ വിരുന്നിന്റെ പേരിൽ നടത്തുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടിന് ഉള്ള വേദികളിൽ അവർ പരസ്യമായി പങ്കെടുക്കുകയാണ്. അവർക്ക് അതിന് യാതൊരു മടിയുമില്ല. ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടാണ് അവർ രണ്ടുപേരും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുതന്നെയാണ് ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നതും. തെരഞ്ഞെടുപ്പ് വരും പോവും, പക്ഷേ നാടിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ശക്തികളുമായി ചേർന്ന് അവർ പരസ്യമായി നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്.